അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ്. അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ബഹുമാന്യനായ യോഗാധ്യക്ഷൻ, സദസ്സിലുള്ള സഹോദരന്മാരെ, സഹോദരികളെ, സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, അള്ളാഹുവിൻ്റെ രക്ഷയും കാരുണ്യവും അനുഗ്രഹവും ശാന്തി സമാധാനങ്ങളും നിരന്തരം നമ്മിൽ വർഷിക്കുമാറാകട്ടെ. ലോകോത്തരമായ ഒരു വിഷയമാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. വിദൂരമായ ഒരു ചരിത്രം ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുമ്പിലുണ്ട്. എന്നാൽ പല ആളുകൾക്കും അതിൻ്റെ ഗൗരവവും അതിൻ്റെ തൽസ്ഥിതിയും കൃത്യമായ ധാരണ ഇല്ലായ്മയുണ്ട്. നമ്മുടെ നാട്ടിലെ അധിക പേരും 2023 ഒക്ടോബർ 7 മുതലാണ് അങ്ങനൊരു കാര്യം തന്നെ അറിയാൻ തുടങ്ങിയത് എന്ന് തോന്നുന്നു. അവരുടെ വർത്തമാനവും കമൻസും ഒക്കെ കേട്ടാൽ ചുണ്ടങ്ങ കൊടുത്ത് വഴുതനങ്ങ വാങ്ങിയതല്ലേ എന്ന ചോദ്യങ്ങൾ ഉയർന്നത് ഈ പറഞ്ഞ 2023 ഒക്ടോബർ 7 ശേഷമാണ്. യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത്? അതിന് മുമ്പത്തെ അവസ്ഥകളൊക്കെ എന്തായിരുന്നു? എന്താണ് യഥാർത്ഥത്തിൽ ഫലസ്തീൻ പ്രശ്നം? അതൊരു മുസ്ലിം പ്രശ്നമാണോ? അതൊരു മതവിഷയമാണോ എന്ന് പലരും അതൊരു മുസ്ലിം പ്രശ്നമായി കാണുന്നുണ്ട്. അതൊരു മതത്തിൻ്റെ മതാനുയായികളുടെ വിഷയങ്ങളായും കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഫലസ്തീൻ പ്രശ്നം ഒരു മുസ്ലിം പ്രശ്നമല്ല, ഒരു മതത്തിൻ്റെ പ്രശ്നവുമല്ല. യഥാർത്ഥത്തിൽ അത് മാനുഷിക പ്രശ്നം. അത് കേവലം ഒരു ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയവും അല്ല. അതുകൊണ്ട് അതിൻ്റെ ചരിത്രത്തിലേക്ക് ഒരെത്തിനോട്ടം നടത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ എന്താണ് ഫലസ്തീൻ എന്നും ഫലസ്തീൻ പ്രശ്നമെന്നും നമുക്ക് ബോധ്യപ്പെടുന്നു. ധാരാളം ജനവിഭാഗങ്ങളിലൂടെ നമുക്ക് കടന്നു പോകേണ്ടി വരും യഥാർത്ഥ ഫലസ്തീൻ പ്രശ്നത്തെ മനസ്സിലാവണമെങ്കിൽ. അതുകൊണ്ട് അതിപുരാതനമായൊരു തലത്തിലേക്ക് അല്പനേരം നിങ്ങളെ കൊണ്ടുപോവുകയാണ്. ഫലസ്തീനിലെ പുരാതന നിവാസികൾ ആരാണ് എന്നതിനെക്കുറിച്ചൊരു കൃത്യത നമുക്കുണ്ടാവണം. ചരിത്രത്തിൽ ധാരാളമായി അത് രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. വ്യത്യസ്ത വിഭാഗങ്ങൾ അടങ്ങിയതാണ് ഫലസ്തീൻ സമൂഹമെന്ന് ആ ചരിത്രരേഖകൾ നമ്മോട് പറഞ്ഞു തരുന്നുണ്ട്. അതിലെ ഒന്നാമത്തെ വിഭാഗം കനാനികൾ എന്ന് വേണമെങ്കിൽ നമുക്ക് ചരിത്രത്തിൽ വായിക്കാം. ഏകദേശം 4000 വർഷത്തിനപ്പുറം നിൽക്കുന്ന ഒരു സമൂഹമാണ് കനാനികൾ എന്ന് പറയുന്നത്.
ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പിന്മുറക്കാർ, പ്രത്യേകിച്ച് യഅ്ഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, പിന്നീട് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഇവരൊക്കെ താമസിച്ച ഒരിടമാണ്. അവിടെ നിന്നും കുറേ കൂടി മുമ്പോട്ട് പോയാൽ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കനാൻ എന്ന ഒരു പുത്രൻ, അവരുടെ പിന്മുറക്കാർ താമസിച്ച ഇടമാണ് ഫലസ്തീൻ എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ മനുഷ്യർ വീടുണ്ടാക്കി താമസിക്കാൻ തുടങ്ങിയ കാലം മുതൽ ഫലസ്തീൻ പ്രദേശത്ത് ആൾതാമസമുണ്ട്. ആദിമവാസികൾ അന്നത്തെ അരീഹ, ഇന്നത്തെ ജെറിക്കോ, ആ പട്ടണത്തിലാണ് അവർ താമസിച്ചത്. അവരുടെ പിന്മുറക്കാരാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. രണ്ടാമത്തെ ടീം അമൂറികൾ എന്നറിയപ്പെടും. അത് അറേബ്യൻ ഉപദ്വീപിൻ്റെ തെക്ക് ഭാഗത്ത് താമസിച്ചിരുന്നവർ വടക്കോട്ട് സഞ്ചരിച്ച് അവിടങ്ങളിൽ കണ്ട നല്ല സ്ഥലങ്ങളിലും ഭൂപ്രദേശങ്ങളിലും താമസിച്ചവരാണ്. ഇവരാണ് അമൂറികൾ എന്നറിയപ്പെടുന്നത്. ഇവരെ ഫിനീഷ്യർ എന്നും വിളിച്ചിരുന്നു. ഇവർ പർവ്വതനിരകളിലാണ് താമസിച്ചിരുന്നത്. അങ്ങനെ പർവ്വതനിരകളിൽ താമസിച്ചൊരു ടീം അവിടെ ഉണ്ട്. മൂന്നാമത്തേത് യബീസികൾ എന്നറിയപ്പെടും. അറേബ്യൻ ഉപദ്വീപിൽ നിന്ന് തന്നെ യാത്ര ചെയ്തവരാണ് ഇവരും. ഇവർ ഖുദ്സിൻ്റെ അഥവാ ഇപ്പോഴത്തെ മസ്ജിദുൽ അഖ്സ അത് നിൽക്കുന്നതിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ താമസിച്ചവരാണ്. അന്ന് ഖുദ്സ് പുനരുദ്ധരിക്കപ്പെട്ടിട്ടില്ല, ഖുദ്സ് ഉണ്ടായിട്ടില്ല. ഖുദ്സിൻ്റെ നിർമ്മാണം പിൽക്കാലത്ത് ഇബ്രാഹിം നബിയുടെ കാലഘട്ടത്തിലാണ് നടക്കുന്നത്. അതിനു മുമ്പ് സംഭവിച്ചൊരു വിഭാഗം, ഇബ്രാഹിം നബി വന്ന് താമസിക്കുന്നത് ഈ ജനവിഭാഗങ്ങൾക്കിടയിലാണ്. നാലാമത്തത് ഫലസ്തീനിയർ എന്നറിയപ്പെടും. ഫലസ്ത് എന്ന പ്രദേശവുമായി ബന്ധപ്പെട്ടാണ് ഈ പേര് ലഭിച്ചത്. മധ്യധരണ്യാഴി ദ്വീപുകളിൽ നിന്ന് സിറിയയുടെയും ഈജിപ്തിൻ്റെയും തീരങ്ങളിൽ താമസിച്ചവരാണ്. ഇതിലെ ഈജിപ്തിൻ്റെ തീരങ്ങളിലെ ആളുകളുമായി ഈജിപ്തിൽ ഭരണാധികാരിയായ റംസീസ് യുദ്ധത്തിലേർപ്പെട്ടു. തോറ്റുപോയ തീരദേശവാസികളെ റംസീസ് ഈജിപ്തിൻ്റെ മേഖലയിൽ താമസിക്കാൻ ഇഷ്ടപ്പെട്ടില്ല. അവരെ പെലസ്ത് എന്ന സ്ഥലത്തേക്ക് മാറ്റി താമസിപ്പിച്ചു. അങ്ങനെ ഒരു കരാറുണ്ടാക്കി. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെയുള്ള ആളുകൾ പെലസ്തീനിൽ പോയി താമസിച്ചു. ഇവരെയാണ് ഫലസ്തീനികൾ എന്നറിയപ്പെടുന്നത്. പിന്നീട് പിൽക്കാലത്ത് അതോട് ചേർന്ന ഭൂവിഭാഗങ്ങളിലെ മുഴുവൻ മനുഷ്യരെയുമാണ് ഫലസ്തീനികൾ എന്നറിയപ്പെടുന്നത്. ഇതാണ് എൻ്റെ ചരിത്ര പശ്ചാത്തലം എന്ന് പറയുന്നത്. ഇനി അവിടെ ജൂതന്മാർക്ക് ഉള്ള സ്ഥാനം എന്താണ്? അപ്പോൾ അവർ പറയുന്നത് ഞങ്ങളുടെ വാഗ്ദത്ത ഭൂമിയാണ്, ദൈവം ഞങ്ങൾക്ക് തന്ന സ്ഥലമാണ്. അവിടെ മാത്രമല്ല, വിശാല ഇസ്രായേലിനെ സംബന്ധിച്ചാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ അമേരിക്കയിൽ നിന്ന് വന്നാൽ പിന്നെ വെസ്റ്റ് ബാങ്കിൻ്റെ അപ്പുറത്തേക്ക് ഇനി പലസ്തീൻ രാഷ്ട്രം ഉണ്ടാവില്ല എന്ന് നിലവിലെ പ്രധാനമന്ത്രി നെതന്യാഹു പറഞ്ഞിട്ടാണ് അമേരിക്കയിലേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ ഈ ജൂതന്മാർക്ക് എന്താണ് യഥാർത്ഥത്തിൽ അവിടുത്തെ സ്ഥാനം എന്നതും കൂടി നമ്മൾ തിരിച്ചറിയണം. ജൂതന്മാർ ഫലസ്തീനിലെ സ്ഥിരതാമസക്കാരല്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമ അവിടുത്തെ പ്രവാസിയാണ്. അദ്ദേഹത്തിൻ്റെ നാട് ഇറാഖാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് പ്രവാസിയാണ്. ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമ മാത്രമേ അവിടെ ജനിച്ച് ജീവിച്ചിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ മകൻ ഇസ്ഹാഖ് യൂസുഫ് നബി അലൈഹിസ്സലാമയുടെ തിരോധാനത്തോടെ, അല്ലെങ്കിൽ അദ്ദേഹത്തെ വധിക്കാൻ വേണ്ടി ശ്രമിച്ച് കിണറ്റിലിട്ട് യാത്രക്കാരെ അദ്ദേഹത്തെ കൊണ്ടുപോയി ഈജിപ്തിൽ വിത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ താമസിച്ച അദ്ദേഹം പിന്നീട് പിതാവിനെയും മാതാവിനെയും സഹോദരങ്ങളെയും ഈജിപ്തിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. അപ്പോൾ പ്രവാസത്തിൽ നിന്ന് അടുത്ത പ്രവാസത്തിലേക്ക് പോകുന്നൊരവസ്ഥയാണ് യഥാർത്ഥത്തിൽ അവർക്കുണ്ടായത്. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാമയുടെ കാലം വരെ അവർ ഈജിപ്തിലാണ് താമസിച്ചത്. 500 കൊല്ലം, 500 മുതൽ 800 കൊല്ലം വരെയാണ് അതിന് കാലം കണക്കാക്കുന്നത്. അഥവാ ഇബ്രാഹിം നബിയും മൂസാ നബിയും തമ്മിലുള്ള അന്തരം, കാലത്തിൻ്റെ അന്തരം 3000 കൊല്ലം.
ഇബ്രാഹിം നബിയെ നമ്മൾ ഇവിടുന്നെടുത്ത് പറയും 4000 കൊല്ലാണ്. നമ്മൾ ബലി പെരുന്നാളിൻ്റെ പ്രസംഗങ്ങളൊക്കെ അത് കേൾക്കാമല്ലോ. 4000 കൊല്ലത്തിന് മുമ്പ് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങണേ. അതുപോലെ മൂസാ നബിയും ഈസാ നബിയും തമ്മിലുള്ള കാലാന്തരം 1000 കൊല്ലാണ്. ഈസാ നബിയും മുഹമ്മദ് നബിയും തമ്മിലുള്ള കാലാന്തരം 600 വർഷമാണ്. നമ്മളും മൂസാ നബിയും തമ്മിൽ 3000 കൊല്ലത്തെ വ്യത്യാസമാണുള്ളത്. നമ്മളും ഈസാ നബിയും തമ്മിൽ 2000 കൊല്ലത്തെ, ഇന്ന് 2025 അത്ര വ്യത്യാസമുള്ളൂ. അപ്പോൾ 800 കൊല്ലം വരെയും ഈ ബനി ഇസ്രായേലുകൾ ജീവിച്ചത് ഈ പറഞ്ഞ പ്രദേശത്തല്ല. അവരുടെ പ്രദേശം യഥാർത്ഥത്തിൽ ഈജിപ്റ്റാണ്. ഫറോവയുടെ നാശത്തോടെ ഈജിപ്റ്റ് വിട്ട ബനി ഇസ്രായേലുകൾ സീനായ് ഉപദ്വീപിലെ ആയിരുന്നു താമസിച്ചത്. അള്ളാഹു അവർക്ക് ഖുദ്സ് വാഗ്ദാനം ചെയ്തെങ്കിലും അവർ ഖുദ്സിലേക്ക് വന്നില്ല. അവരോട് അവിടേക്ക് കയറാൻ അള്ളാഹു ആവശ്യപ്പെട്ടതാണ്. നിങ്ങൾക്ക് ഈ സ്ഥലം തരാം എന്ന് പറഞ്ഞു. പക്ഷേ നിങ്ങൾ ചില കർമ്മങ്ങൾ ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ അവിടെ നന്മയും നീതിയും നടപ്പാക്കണമെങ്കിൽ അവിടുത്തെ ആളുകളെ അതിലേക്ക് കൊണ്ടുവരണം. അതിനവരുമായി നിങ്ങൾ യുദ്ധം ചെയ്യേണ്ടി വരും. അതിന് സന്നദ്ധരായി വന്നാൽ നിങ്ങൾക്ക് ഈ നാട് തരാം എന്ന് അള്ളാഹു അന്ന് മൂസാ നബി നേതൃത്വത്തിലുള്ള ബനി ഇസ്രായേലുകളോട് പറഞ്ഞെങ്കിലും അവരെ പ്രതിവചിച്ചത് ഇദ്ഹബ് അന്ത റബ്ബുക ഫഖാത്തില ഇന്നാ ഹാഹുനാ ഖാഇദൂൻ. നീയും നിൻ്റെ റബ്ബും കൂടി പോയിട്ട് യുദ്ധം ചെയ്താൽ മതി, ഞങ്ങൾ വരില്ല, ഞങ്ങളിവിടെ ഇരിക്കുക, ജയിച്ചിട്ട് ഞങ്ങൾ വിളിച്ചു അപ്പം ഞങ്ങൾ വരാം. ഇതായിരുന്നു ജൂതന്മാരുടെ നിലപാട്. ഒരു സാധനം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോലും വരാത്ത ആളുകൾ. അപ്പോൾ അങ്ങനെ സീനായി പ്രവാസകാലത്ത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ഹാറൂൻ നബിയും അവിടെ വെച്ച് മരിക്കുകയാണ്. അവർക്ക് ഈ സ്ഥലം കിട്ടിയിട്ടില്ല. പിന്നീട് ദാവൂദ് സുലൈമാൻ അലൈഹിസ്സലാമയുടെ കാലത്താണ് ഇവർ ഈ പ്രദേശത്തേക്ക് യഥാർത്ഥത്തിൽ ശരിയായ രീതിയിൽ കടന്നു വരുന്നത്. അപ്പോഴും അവർ പ്രവാസികളാണ്. അങ്ങനെ ദാവൂദ് സുലൈമാൻ അലൈഹിസ്സലാമയുടെ കാലഘട്ടത്തിൽ അവരവിടെ ഉണ്ടായിരുന്നു. ആ കാലത്താണ് ഖുദ്സ് ബൈത്തുൽ മുഖദ്ദസ് പുനർനിർമ്മിച്ച് അതൊരു പവിത്രമായ സ്ഥലമാകുന്നതും ആളുകളുടെ ഖിബലയായി മാറുന്നതും അക്കാലം മുതലാണ്. അത് കൃത്യമായിട്ട് തുടർന്ന് വന്നിട്ടുണ്ട്. തുടർന്ന് അതിന് ശേഷം ആ നാട് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളുടേത് എന്നാണ് പിന്നീട് അറിയപ്പെട്ടത്. 1948 വരെ പിൽക്കാലത്തത് മുസ്ലിങ്ങളുടേതായിട്ടാണ് അറിയപ്പെടുന്നത്. അത് മുസ്ലിങ്ങളുടേതാകുന്നതിനൊരു ചരിത്ര പശ്ചാത്തലമുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തോടുകൂടിയാണ് യഥാർത്ഥത്തിൽ അത് പിന്നീട് മുസ്ലിങ്ങളുടേതാകുന്നത്. അതുവരെ അവിടെ ജൂതന്മാർക്ക് പ്രവേശനം ഉണ്ടായില്ല. ഖുർആനിൽ സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം എന്ന് പറഞ്ഞു തുടങ്ങുന്ന സൂറത്തുൽ ഇസ്രാ, ആ ഇസ്രായിൽ ജൂതന്മാർ ഭൂമിയിൽ ഉണ്ടാക്കിയ 2 പ്രാവശ്യത്തെ കുഴപ്പത്തെ സംബന്ധിച്ച് വിശദീകരിക്കുന്നുണ്ട്. ആ വിശദീകരണത്തിൽ അവർ നാട്ടിൽ ഉണ്ടാക്കിയ അത് തൗറാത്തിലുമുണ്ട് വിഷയങ്ങൾ. വിശദമായ ഖുർആനിലുള്ളതിനേക്കാൾ സവിശദമായി തൗറാത്ത് ബൈബിൾ പഴയ നിയമം അതെടുത്ത് വെച്ചിട്ടുണ്ട്. അവിടെ കനാനികളെയൊക്കെ സംബന്ധിച്ച് വളരെ മോശമായ രീതിയിലാണ് അന്നത്തെ പ്രവാചകന്മാർ അവരെ അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവിധ വൃത്തികേടുകളും ഫലസ്തീനികൾക്ക് നേരത്തെ എന്തൊക്കെയായിരുന്നോ വൃത്തികേടുകൾ ഉണ്ടായിരുന്നത് മുഴുവൻ എവരുടേതാക്കി മാറ്റി അവരെക്കാൾ മോശക്കാരായി ജീവിക്കുന്നൊരു തലത്തിലേക്ക് ബനി ഇസ്രായേലുകളെത്തി. അവരെ നന്നാക്കാനാണ് അങ്ങോട്ട് വിട്ടത്. പക്ഷെ നേരെ തിരിഞ്ഞ ഓപ്പോസിറ്റായൊരു അവസ്ഥയാണ് ഇവർക്ക് അവിടെ ഉണ്ടായത്. അക്കാരണത്താൽ ആ നാട്ടുകാർ തന്നെ അവരെ ആട്ടിപ്പുറത്താക്കുകയും അവരിൽ നിന്ന് ഭരണം പിടിച്ചെടുക്കുകയും അവരെ പ്രവാസികളായി വീണ്ടും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചിതറിച്ചോടിക്കുകയും ചെയ്തു എന്നതാണ്. വീണ്ടും അള്ളാഹു അവർക്ക് ആധിപത്യം നൽകി. അതാണ് ഈ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും സുലൈമാൻ നബിയിലൂടെയും ഒക്കെ നൽകപ്പെട്ടത്. പക്ഷേ ഇതേ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ നാവിലൂടെ ദാവൂദ് നബി അലൈഹി സ്വലാമ നാവിലൂടെ ഇവർ വീണ്ടും ആക്ഷേപിക്കപ്പെടുന്നൊരവസ്ഥ. അതിനുശേഷം പിന്നീട് അവർക്ക് ആ സ്ഥലം കിട്ടിയിട്ടില്ല എന്നതാണ് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. പിന്നീട് ആ സ്ഥലം റോമക്കാർ അതുപോലെ പേർഷ്യക്കാർ അവരുടെ കയ്യിൽ നിരന്തരം മാറി മാറി വരുന്നൊരവസ്ഥയായിരുന്നു. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വരവിന് ശേഷം
ആ സ്ഥലം പിന്നീട് ക്രിസ്ത്യാനികളുടേതായി മാറുന്ന ചരിത്രമാണ് നമ്മൾ കാണുന്നത്. അപ്പോഴും അവിടുത്തെ ദേശവാസികൾ ജൂതന്മാരെ അവിടെ വെച്ച് പറപ്പിക്കാൻ സമ്മതിച്ചിട്ടില്ല. അവർക്കൊരു ഭരണകൂടം അവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അവരുടേതായ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ആളുകൾ കുറച്ചൊക്കെ താമസിച്ചിരുന്നു. അവരുടേതായ രീതിയിൽ കച്ചവടവും കാര്യങ്ങളുമൊക്കെയായി ഭൗതിക താല്പര്യം മാത്രം മുമ്പിൽ കണ്ടുകൊണ്ട് ജീവിച്ച ഒരു ടീമാണ്. ദൈവികമായ കാര്യങ്ങളൊന്നും കൃത്യമായി നടത്താൻ അവർ മുന്നോട്ട് വന്നിരുന്നില്ല, സന്നദ്ധരായിരുന്നില്ല. മറിച്ച് പ്രവാചകന്മാരെ നിരന്തരം വധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് അവർ ആവർത്തിച്ചു കൊണ്ടേയിരുന്നത്. ഇതിന് ഖുർആൻ ധാരാളം സാക്ഷിത്വങ്ങൾ നൽകുന്നുണ്ട്. അതേപോലെ ബൈബിളും ധാരാളം സാക്ഷിത്വങ്ങൾ നൽകുന്നുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം വരെയും അതങ്ങനെ തന്നെയാണ് മുമ്പോട്ട് പോയത്. ക്രിസ്ത്യാനികളുടെ കയ്യിലായിരുന്നു അത്, ജൂതന്മാരോട് വന്നിട്ടില്ല. അവസാനം AD 638 623 610 നബിയായി വരുന്നത്. അങ്ങനെ 23 വർഷത്തിന് ശേഷം AD 633 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താവുന്നു. പിന്നീട് ഉമർ റളിയല്ലാഹുവിൻ്റെ കാലം വരുന്നു, അബൂബക്കറിൻ്റെ കാലം വരുന്നു. അതിനുശേഷം AD 638 ഉമർ റളിയല്ലാഹുവിൻ്റെ ഭരണകാലഘട്ടത്തിലാണ് സിറിയ കീഴ്പ്പെടുത്തപ്പെടുന്നത്. അന്ന് സിറിയയുടെ പ്രദേശമായിട്ടാണ് പലസ്തീനുള്ളത്. അപ്പോൾ പലസ്തീനിൽ ജയിച്ചടക്കാൻ വേണ്ടിയിട്ടുള്ള സൈന്യങ്ങളെ അദ്ദേഹം നിയോഗിച്ചിരുന്നു. അങ്ങനെ ജയിച്ചടക്കിയപ്പോൾ പാത്രിയാക്കീസ് പറഞ്ഞത്, ഇതിൻ്റെ താക്കോല്, പലസ്തീൻ്റെ ഉത്തരവാദിത്വം നിങ്ങളെ ഞാൻ ഏൽപ്പിക്കൂല. നിങ്ങളുടെ യഥാർത്ഥ ഭരണാധികാരി നേതാവ് എൻ്റെ അടുത്ത് വന്നാൽ അയാളുടെ കയ്യിൽ ഞാനത് ഏൽപ്പിക്കാം. അങ്ങനെ പാത്രിയാക്കീസിൻ്റെ അഭ്യർത്ഥന പ്രകാരം ഉമർ റളിയല്ലാഹു ഫലസ്തീനിലേക്ക് പോവാൻ. ഫലസ്തീനിൽ ചെന്നപ്പോൾ അദ്ദേഹത്തെ സ്വീകരിച്ചാദരിച്ചു. എന്നിട്ട് അദ്ദേഹം ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ താക്കോൽ, ഖുദ്സിൻ്റെ താക്കോല് ഉമർ റളിയല്ലാഹു കൈമാറുന്നത്. അദ്ദേഹം പറഞ്ഞത്, ഒരു കാരണവശാലും ഒറ്റ ജൂതനെയും ഖുദ്സിൽ നിങ്ങൾ പ്രവേശിപ്പിക്കരുത്. ഈ കരാർ പാലിക്കാമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഈ താക്കോല് തരാം. അത് അന്ന് വരെ ജൂതന്മാരവിടെ കയറ്റിയിട്ടില്ല അവർ. അതാണ് ആ ചരിത്രം. അങ്ങനെ ആ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞു, ശരി, ജൂതന്മാർക്ക് ഇതിൻ്റെ ഒരു സ്ഥാനവും നൽകുകയില്ല, അവർക്ക് ഇവിടുത്തെ അധികാരം നൽകില്ല. ആ ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റു. ഞങ്ങളുടെ കയ്യിൽ അധികാരമുണ്ടായിരിക്കുന്നിടത്തോളം കാലം ജൂതന്മാർക്ക് ഞങ്ങളത് നൽകില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രവാചകൻ്റെ ഉത്തരാധികാരി ഉമർ റളിയല്ലാഹു ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത്. അന്നു മുതൽ 1948 വരെ അത് മുസ്ലിങ്ങളുടേതാണ്. ഇസ്ലാമിക ഭരണമാണ് അവിടെ നടന്നത്. അതിൻ്റെ ഇടയിൽ 1099 കുരിശ് യുദ്ധം നടക്കാനുണ്ട്. 1090 അത് കുറേ പ്രശ്നങ്ങൾ, അത് വേറെയുണ്ട്, ആ ചരിത്രം വേറെ പഠിക്കണം. കുരിശ് യുദ്ധത്തിൻ്റെ കാരണങ്ങൾ കുറേയുണ്ട്. അതൊക്കെ ഇന്നത്തെ പോലെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കി മുസ്ലിങ്ങൾ ഇന്ത്യയിൽ എന്താണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ആസാമിലും ഉത്തരേന്ത്യയിലും ഒക്കെ മുസ്ലിങ്ങൾ യഥാർത്ഥത്തിൽ ഇന്ന് അനുഭവിക്കുന്നത് എന്താണെന്ന് നമുക്കറിയാം. അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാരണങ്ങൾ എന്താ? ഇതേപോലെ കല്ല് വെച്ച നുണകൾ, 100% നുണകൾ. ഇങ്ങനെ നുണകൾ ഉണ്ടാക്കിയിട്ടാണ് പേർഷ്യൻ റോമാ സാമ്രാജ്യത്തിലെ ആളുകളെ, അഥവാ ഇപ്പോഴത്തെ യൂറോപ്പിലെയും ആ പ്രദേശത്തെ ആളുകളെ അവിടുത്തെ ക്രിസ്ത്യൻ പാതിരിമാരെ ഇളക്കി വിട്ടിട്ട് ഇസ്ലാമിക സമൂഹത്തിൻ്റെ നേരെ വന്ന് മുസ്ലിങ്ങൾ ചില കാരണങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വേറെ വിഷയം. അന്നത്തെ ഭരണാധികാരികൾ, കാരണം അവിടെ അമവികളും പിന്നീട് അബ്ബാസികളും അവരുടെ കുറേ തോന്നിവാസങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ അവർ പറഞ്ഞ കാരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അവർ പറഞ്ഞത് ഞങ്ങളുടെ യേശുവിൻ്റെ സ്ഥലങ്ങളൊക്കെ അവർ വൃത്തികേടാക്കിയിരിക്കുന്നു, യേശുവിൻ്റെ വിശുദ്ധമായ സ്ഥലങ്ങൾ അവർ നശിപ്പിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മതവികാരങ്ങൾ ഇളക്കിവിട്ടിട്ടാണ് ക്രിസ്ത്യാനികളെ മുഴുവൻ മുസ്ലിം സമൂഹത്തിനെതിരിൽ ഒരു കുരിശുപട എന്ന നിലയിൽ അവരുണ്ടാക്കി. ആ കുരിശ് സൈന്യം അതിശക്തമായ സ്വഭാവത്തിൽ വലിയ അടികൾ നടത്തി, കടന്നുകയറ്റം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ 1099 ഖുദ്സ് പ്രദേശം നഷ്ടപ്പെട്ടു. അവരെ കയറി ധാരാളം മനുഷ്യരെ കൊന്നുകളഞ്ഞു, മുസ്ലിങ്ങളെ,
സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ കൊന്ന് ഖുദ്സ് പിടിച്ചെടുത്തു. അത് ഏകദേശം 90 വർഷമാണ് അവരുടെ കയ്യിൽ നിന്നത്. 88 വർഷം. 1187 സലാഹുദ്ദീൻ അയ്യൂബി ഖുദ്സ് തിരിച്ചു പിടിക്കുന്നുണ്ട്. കുറേ യുദ്ധങ്ങളിലൂടെയാണ് ആ ഒരു സംഗതി നടക്കുന്നത്. അങ്ങനെ കുരിശ് യുദ്ധം തന്നെയായിരുന്നു അതിൻ്റെ പേര്. അതേ കുരിശ് യുദ്ധത്തിൽ തന്നെയാണ് സലാഹുദ്ദീൻ അയ്യൂബി അത് തിരിച്ചു പിടിക്കുക. 88 വർഷം മാത്രമേ അതും ജൂതന്മാരുടെ കയ്യിലല്ല, നമ്മൾ തിരിച്ചറിയണം, ജൂതന്മാരുടെ കയ്യിലല്ല, ക്രിസ്ത്യാനികളുടെ കയ്യിലാണ് തിരിക്കുന്നത്. ക്രിസ്ത്യാനികളുടെ കയ്യിൽ നിന്ന് അത് തിരിച്ചു പിടിക്കുന്നുണ്ട്. തുടർന്ന് 1948 വരെയും അത് മുസ്ലിങ്ങളുടെ കയ്യിലാണ്. ഈ 1948 മുതൽ എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത് എന്നതിന് പിൽക്കാലത്തുള്ള ചരിത്രം നമ്മൾ പഠിക്കേണ്ടി വരും. അത് നമുക്ക് ഏറെക്കുറെ അറിയാം. അപ്പോൾ ഏറ്റവും പുരാതനമായ ഒരു ചരിത്രമാണ് നിങ്ങളുടെ മുമ്പിൽ വെച്ചത്. പലരും ആ വിഷയത്തിൽ ചിലപ്പോൾ ഈ രീതിയിൽ ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. എന്ന് പറഞ്ഞു എന്നതിൻ്റെ അടിസ്ഥാനം ജൂതന്മാരുടെ സ്ഥലമായിട്ട് അത് വളരെ കുറഞ്ഞ സമയത്തേ വന്നിട്ടുള്ളൂ. അതുപോലും അവർ പ്രവാസികളാണ്. ജൂതന്മാരെന്ന് പറയുന്നത് ഇബ്രാഹിം നബിയുടെ പിന്മുറക്കാരാണ് ആണല്ലോ. അത് ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്ഹാഖ് നബി, അദ്ദേഹത്തിൻ്റെ മകൻ യഅ്ഖൂബിനെയാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മക്കളെയാണ് ബനി ഇസ്രായേൽ എന്ന് പറയുന്നത്. ഇവരിപ്പോഴും പറയും ഞങ്ങൾ ബനി ഇസ്രായേലുകളാണ്. അതുകൊണ്ടാണ് രാഷ്ട്രത്തിന് ഇസ്രായേൽ എന്ന് പേരിട്ടെ. അപ്പോൾ അവർക്ക് യഥാർത്ഥത്തിൽ അവിടെ ഒരു അവകാശവുമോ അധികാരമോ ഇല്ല. അവർ പ്രവാസികളാണ്. പ്രവാസികളുടേതായ മാത്രമേ ഉള്ളൂ. അവിടുത്തെ നിവാസികളുമായി ബന്ധപ്പെട്ട വിഷയം അവിടുത്തെ നിവാസികളുടേതാണ് യഥാർത്ഥത്തിൽ ഫലസ്തീൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതൊരു മുസ്ലിം വിഷയമല്ല, അതൊരു മാനുഷിക വിഷയമാണ്. കുറേയധികം മനുഷ്യവിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നൊരു സംഗതിയാണ്. അവരാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ഒറിജിനൽ അവകാശികൾ. കടന്നു കയറി വന്ന ആളുകൾ ഒരിക്കലും അവകാശികളാവില്ല. അതുകൊണ്ട് മുസ്ലിങ്ങളും യഥാർത്ഥത്തിൽ ഇതിൻ്റെ അവകാശികളല്ല. പറഞ്ഞല്ലോ എവിടെ നിന്നൊക്കെയാണ് അവർ വന്നത്. അറേബ്യയിൽ നിന്ന് പുരാതന കാലത്ത് വന്നവരും അവിടെ ഉണ്ട്. അതുകൊണ്ടത് അവരുടെ സ്ഥലം. അങ്ങനെയാണ് അറബികളുടേതെന്ന് പറയാൻ കഴിയുക. 3 അറേബ്യൻ പ്രദേശങ്ങളിൽ നിന്ന് അവിടെ ആളുകൾ വന്നിട്ടുണ്ട്. അന്നവിടെ ആരും ഇല്ല. ആരുമില്ലാത്തൊരു സ്ഥലത്തേക്ക് വന്ന ആളുകളാണ് അതിൻ്റെ അവകാശികൾ. ഒരു ടീമിനെ അവിടെ നടിച്ചോടിച്ചിട്ട് കടന്നു കയറിയവരല്ല. അങ്ങനെ വരുന്നവരാണ് യഥാർത്ഥത്തിൽ പ്രവാസികൾ എന്ന് പറയുന്നത്. അപ്പോൾ പ്രവാസികളായിട്ടാണ് ജൂതന്മാരോടെ വന്നിട്ടുള്ളത്. പ്രവാസികൾക്കൊരിക്കലും അവിടുത്തെ പൗരത്വമോ പൂർണ്ണമായ അധികാരമോ ഉണ്ടാവില്ല. വന്നു പോകാൻ കഴിയുന്ന ഒരവകാശമുണ്ട് എന്നതിനപ്പുറം മറ്റൊന്നുണ്ടാവില്ല. അതെക്കാലത്തും എല്ലാ മനുഷ്യ സമൂഹങ്ങളും അംഗീകരിച്ചു കൊടുക്കുന്നുണ്ട്. ഇസ്ലാം അതിന് ഏറ്റവും കൂടുതൽ അംഗീകരിക്കുന്നുണ്ട്. ആ അർത്ഥത്തിൽ എവിടെയും ആർക്കും താമസിക്കാം. എന്നാൽ ജനിച്ച സ്ഥലങ്ങൾ അതാണ് അവരുടെ മൗലിക അവകാശം എന്നത്. അങ്ങനെ ജൂതന്മാരവിടെ ജനിച്ചിട്ടില്ല. അതിന് അവകാശം പറയാൻ വേണ്ടി മാത്രം അതില്ല. പിന്നെ ദൈവത്തിൻ്റെ വരദാനം എന്ന അടിസ്ഥാനത്തിലാണെങ്കിൽ അതിനവർ തന്നെ സമ്മതിച്ചിട്ടില്ല എന്നതാണ് ചരിത്രം മുഴുവൻ തെളിയിക്കുന്നത്. ഖുർആൻ അതിൻ്റെ സാക്ഷിത്വമാണ്. ആദ്യ സമൂഹത്തിനാണ് വാഗ്ദത്തം ചെയ്തത്, അവരോട് വന്നില്ല. അവ പിന്നെ എന്തടിസ്ഥാനത്തിലാണ് ഒരു അവകാശം പറയുന്നത് എന്നതാണ്. അവരുടെ ചരിത്രത്തിലൊരു പിൻബലവും അവർ ഉന്നയിക്കുന്ന അവകാശവാദത്തിനില്ല എന്നത് അവരുടെ കയ്യിലിരിക്കുന്ന ഗ്രന്ഥവും തെളിവാണ്. മുസ്ലിങ്ങളുടെ കയ്യിൽ എന്ന് പറയുന്ന ഖുർആൻ, യഥാർത്ഥ ഖുർആൻ എല്ലാവർക്കും വേണ്ടി അള്ളാഹു നൽകിയ അതിലും അത് തെളിവാണ്. അപ്പോൾ പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഈ സമൂഹത്തെ അവസ്ഥ അവരെല്ലാവരും മുസ്ലിങ്ങളായി മാറി എന്നതാണ് എന്നെ സംഭവിച്ചത്. അവിടുത്തെ ആളുകൾ മാത്രമല്ല, ആ പ്രദേശങ്ങളിലെ പേർഷ്യ റോമ സാമ്രാജ്യങ്ങളിലെ അധിക പ്രദേശങ്ങളിലെയും ആളുകൾ ഇസ്ലാം സ്വീകരിച്ചു. അങ്ങനെ അവർ മുസ്ലിങ്ങളായി. ഇതാണ് അവിടെ സംഭവിച്ചത്. ഇറാഖിലെ ആളുകളൊക്കെ ഇസ്ലാം സ്വീകരിച്ചു. പേർഷ്യയിലെ ആളുകൾ ഇസ്ലാം സ്വീകരിച്ചു. അതാണ് ഇറാൻ എന്നറിയപ്പെടുന്നത്. സിറിയൻ പ്രദേശം വന്ന റോമയുടേതാണ്. അവർ ഇസ്ലാം സ്വീകരിച്ചു. അതിൻ്റെ അപ്പുറത്തേക്ക് യൂറോപ്പിലേക്ക് എത്തിയപ്പോൾ ഇപ്പോഴത്തെ തുർക്കി ഇസ്ലാം സ്വീകരിച്ചു. ആ കൂട്ടത്തിൽ ഈജിപ്റ്റ് ഇസ്ലാം സ്വീകരിച്ചു. അതൊക്കെ നീച്ചടക്കപ്പെട്ടതാണ്. ഇതൊക്കെ ഉമർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിലാണ് ഇതിൻ്റെയൊക്കെ വിജയം നടക്കുന്നത്.
അവർ ജയിച്ചടക്കിയെന്ന് മാത്രമല്ല, അവർ സ്വയം ഇസ്ലാമിനെ ഉൾക്കൊള്ളുകയും അതിൻ്റെ ആളുകളായി മാറുകയും ഇന്നും ആ തലമുറ അങ്ങനെ തന്നെ ആവുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോഴും ഞങ്ങൾ മുസ്ലിങ്ങളല്ല എന്ന് ഇവിടത്തുകാരൊന്നും വാദിക്കണില്ല. എന്നാൽ ഇസ്ലാം സ്വീകരിക്കാത്ത ആളുകൾ അന്നുണ്ടായിരുന്ന അവരുടെ പിന്മുറക്കാരായ ക്രിസ്ത്യാനികളുണ്ട്, ജൂതന്മാരുണ്ട്, അല്ലാത്തവരുണ്ട്. അപ്പോൾ മുസ്ലിങ്ങൾ എന്ന നിലയിൽ മുസ്ലിങ്ങളുടെ അവകാശം എന്നല്ല അതിനെ പറയുന്നത്, അവിടുത്തെ നിവാസികളുടെ അവകാശമാണ്. അവരുടെ ജന്മന നേരത്തെ മുതലുള്ളവരും അതിൻ്റെ പിന്മുറക്കാരുമാണ് എന്ന അടിസ്ഥാനത്തിലാണ് ഫലസ്തീനികളെ മനസ്സിലാക്കേണ്ടത്. ഒരു മുസ്ലിം പ്രശ്നമല്ല. ഇത് പലരും മനസ്സിലാക്കാത്തൊരു വിഷയമാണ്. അതുകൊണ്ട് അടിസ്ഥാനപരമായി അത് ഒരു മാനവിക വിഷയമായിട്ടാണ് നാം പരിഗണിക്കേണ്ടത്. എന്നാൽ എങ്ങനെയാണ് ഈ 1948 മുതൽ ജൂതന്മാരവിടെ വന്നത്, അതിനെക്കുറിച്ചും അറിയണമല്ലോ കുറച്ച്. ആ ഒരു ചെറിയ ചരിത്രം കൂടി പറയാൻ സമയം ഇല്ല അല്ലേ? 7:54 8:15 നിൽക്കണമല്ലേ? അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ഫലസ്തീൻ പ്രശ്നം? ഫലസ്തീനിൽ 1917 മുതൽ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. 48-ലല്ല തുടങ്ങണത്. 17 മുതൽ പ്രശ്നങ്ങൾ തുടങ്ങിയത് ഇതിൽ ബ്രിട്ടീഷ് പാർലമെൻറ്റിലെ വിദേശകാര്യമന്ത്രിയായ ബാൽഫർ എന്ന ഒരു മന്ത്രി, അദ്ദേഹം ഏകപക്ഷീയമായൊരു പ്രമേയം അവതരിപ്പിച്ചൊരു പ്രഖ്യാപനം നടത്തി. അതിനാണ് ബാൽഫർ പ്രഖ്യാപനം എന്ന് പറയുന്നത്. അവർ പറഞ്ഞത് ജൂതന്മാർക്ക് അവരുടെ മതത്തിൻ്റെ ആചാരങ്ങൾ നടത്തുവാൻ ഫലസ്തീനിൽ ഒരു രാഷ്ട്രം സ്ഥാപിക്കേണ്ടതുണ്ട്. ആ രാഷ്ട്രപ്രഖ്യാപനം ഇതിലൂടെ ഞാൻ നടത്തുകയാണ് എന്നതാണ് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അദ്ദേഹം അവതരിപ്പിച്ച ഈ കരട് പ്രമേയം. ആ പ്രമേയവും പ്രഖ്യാപനവും അന്ന് തന്നെ അംഗീകരിച്ചു എന്നതാണ് ഏറ്റവും അത്ഭുതകരമായൊരു സംഭവം. അന്ന് തന്നെ പറഞ്ഞ അതേ ടൈമിൽ ആ പാർലമെൻറ്റ് ഒന്നടങ്കം കൈയടിച്ച് പാസ്സാക്കി. അന്താരാഷ്ട്ര രംഗത്ത് അതിനെ ചോദ്യം ചെയ്യാൻ ഒരുത്തനുണ്ടായില്ല. 1917 സംഭവം. അതിനു മുമ്പ് തന്നെ ഈ രാഷ്ട്രത്തിന് വേണ്ടിയുള്ള വലിയ ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട്. അന്നും അല്ല തുടങ്ങിയത്, അതിനും കുറച്ച് മുമ്പോട്ട് കയറണം. വർഷങ്ങൾക്ക് മുമ്പേ അന്താരാഷ്ട്ര തലത്തിൽ അങ്ങനെ ഒരു ചർച്ച നടന്നു. അത് ഏതാണ്ട് 1897 1890 അന്ന് ലോകം ഭരിച്ചുകൊണ്ടിരുന്നത് ബ്രിട്ടനും ഫ്രാൻസുമാണ്. അവരുടെ കയ്യിൽ, ഇന്ത്യയും അവരുടെ കയ്യിലായിരുന്നല്ലോ. ഇന്നും ഫ്രാൻസ് ഭരിക്കുന്ന കുറേ സ്ഥലങ്ങൾ കിഴക്കൻ ഭാഗങ്ങളിലുണ്ട്. ന്യൂസിലൻഡിൻ്റെ അപ്പുറമൊക്കെ ഇപ്പോഴും ഫ്രാൻസിൻ്റെ കയ്യിലാണ്. അപ്പോൾ അങ്ങനെ ലോകം ഭരിച്ചുകൊണ്ടിരുന്ന അവരുടെ വമ്പിച്ച സാമ്പത്തിക സഹായങ്ങൾ അവർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ജൂതന്മാരായിരുന്നു. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, പ്രവാചകൻ്റെ കാലത്തിന് തൊട്ട് മുമ്പേ അവർ സാമ്പത്തിക രംഗത്ത് കണ്ണുവെക്കുന്നവരായിരുന്നു. സമ്പത്ത് മാത്രമേ അവർക്ക് ലക്ഷ്യമുള്ളൂ, വേറെ ഒന്നും വിഷയമല്ല. എന്ത് കുരുത്തക്കേടിലൂടെയും ഏത് വെട്ടിപ്പിലൂടെയും എത്ര വലിയ തിന്മയിലൂടെയും സമ്പത്തുണ്ടാക്കുന്നതിൽ അവർ ഒട്ടും പുറകില്ല. പലിശയുടെ രാജാക്കന്മാർ അവരാ. എന്നാൽ ഖുർആനിനെ പോലെ തൗറാത്ത് പലിശയെ അതിശക്തമായി വിമർശിക്കുന്നുണ്ട്. അതിനെ അവർ പരിഗണിച്ചിട്ടില്ല. പലിശയിലൂടെയാണ് അവർ സമ്പത്ത് മുഴുവൻ വാരിക്കൂട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത്തരം സമ്പത്ത് ഈ ഭരണാധികാരികൾക്ക് ആവശ്യമായ രീതിയിൽ ഇവർ നിരന്തരം പലിശക്ക് തന്നെ നൽകിക്കൊണ്ടിരുന്നത് രസം. ഇന്നും അങ്ങനെ തന്നെയാണല്ലോ. WHO അതുപോലെ ലോകബാങ്കുമൊക്കെ ഇന്ത്യക്ക് കടം തരണമെന്ന് വെറുതെയാണ്. ധനസഹായം എന്താ പറയാം. എത്രയോ പലിശയുടെ ഭാരമാണ് ഇവിടെ ജനിക്കുന്ന ഓരോ കുട്ടിയുടെയും മേലുള്ളത്. ഇതേപോലെ ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും ഭരണകൂടങ്ങൾക്ക് മേൽ ഇവർ വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കി വെച്ചു എന്ന് പറഞ്ഞാൽ അവർക്ക് നൽകിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ അത് മുമ്പിൽ വെച്ചുകൊണ്ട് പിന്നെ സിയോണിസ്റ്റുകൾ 1897 രഹസ്യമായി പ്രസിദ്ധീകരിച്ച സിയോൺ ഭരണാധികാരികൾക്കുള്ള പ്രോട്ടോക്കോളിൽ പറയുന്നുണ്ട്. തിയോഡർ ഹെർസൽ ആണ് ആ രേഖ എഴുതിയിട്ടുള്ളത്. അദ്ദേഹം പറയുന്ന ചില വർത്തമാനങ്ങളുണ്ടതിൽ. ലോക ഭരണകൂടങ്ങൾ മുഴുവൻ ഇന്ന് അറിഞ്ഞോ അറിയാതെയോ സിയോൺ ഭരണകൂടത്തിന് കീഴടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം മൂല്യങ്ങൾ മുഴുവനും അതിന് കീഴിലാണുള്ളത്. ഭരണകൂടങ്ങൾ തീർത്താൽ തീരാത്ത സംഖ്യക്ക് അതിനോട് കടപ്പെട്ടിരിക്കുന്നു. അതിനാൽ ഒരു യഹൂദിക്ക് മതാനുഷ്ഠാനങ്ങൾ നിർവഹിക്കാൻ സ്വന്തമായി ഒരു രാജ്യമുണ്ടാവുക എന്നത് അനിവാര്യമാണ്. യഹോവ അവരോട് മതാനുഷ്ഠാനങ്ങൾ നടപ്പാക്കാൻ ആജ്ഞാപിച്ചിരിക്കെ
മോസസ് ഹൈക്സ് ആണ് ഈ ഒരു സംഗതി രണ്ടാമത് പറഞ്ഞ വാചകം എഴുതി അതിൽ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ദൈവം പറഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു രാജ്യം ഉണ്ടാവണം. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് 1917 ബാൽഫർ ഈ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ഈ ഒരു കരട് പ്രമേയം കൊണ്ടുവന്ന് അത് പാസ്സാക്കിയത്. അത് പാസ്സാക്കാൻ അവർ നിർബന്ധം, നേരത്തെ പറഞ്ഞല്ലോ, ഇവരെന്ത് പറഞ്ഞാലും മിണ്ടാതിരുന്ന് കേൾക്കുക എന്നത് മാത്രമേ ഉള്ളൂ. ഇന്ന് അമേരിക്ക ചെയ്യണം അതേ പണി. എന്തുകൊണ്ട് അമേരിക്കയ്ക്ക് അത് വരേണ്ടി വന്നത്? 51 അവിടുത്തെ കോൺഗ്രസ് 51% പിന്നെ ജൂതന്മാരാണ്. അതുകൊണ്ട് ട്രംപിന് ഇവർ പറയണത് കേൾക്കേണ്ടി വരും. ഈ ഒരു തലത്തിലേക്ക് അന്ന് ഫ്രാൻസിനെയും അതുപോലെ ബ്രിട്ടനെയും ഇവരെത്തിച്ചിരുന്നു. അതുകൊണ്ടാണ് ഈ പ്രമേയത്തെ ഒരാൾ പോലും എതിർക്കാനുണ്ടായില്ല, എല്ലാവരും കൂടി അംഗീകരിച്ചു. തുടർന്ന് ആണ് രണ്ടാം ലോക മഹായുദ്ധം ഉണ്ടാകുന്നത്. 1914 ഒന്നാം ലോക മഹായുദ്ധം, ഭീകരയുദ്ധം. മഹായുദ്ധം എന്ന് പറയാൻ പറ്റില്ല. അത് 19 അവസാനിക്കുന്നു. അതിൻ്റെ ഇടയിലാണ് ഈ ഒരു സാധനം അവിടെ പാസ്സാക്കിയെടുക്കുന്നത്. പിന്നീട് 34 മുതൽ രണ്ടാം ലോക ഭീകരയുദ്ധം ആരംഭിക്കുകയാണ്. ആ രണ്ടാം ലോക ഭീകരയുദ്ധത്തോടുകൂടി ആണ് ഈ ഒരു സംഗതി നടപ്പിലാക്കി കൊടുക്കാൻ ഇവർ ബാധ്യതപ്പെട്ടത്. ആ യുദ്ധത്തിൽ ബ്രിട്ടീഷിൻ്റെ രീതിയിലുള്ള ആളുകളാണല്ലോ ജയിച്ചത്. ജർമ്മനി ടീമൊക്കെ പരാജയപ്പെട്ടപ്പോൾ ബ്രിട്ടൻ്റെ കീഴിലായിരുന്ന ഫലസ്തീനിന് സ്വാതന്ത്ര്യം നൽകിയില്ല. ബാക്കി എല്ലായിടത്തും സ്വാതന്ത്ര്യം, ഇന്ത്യക്കൊക്കെ സ്വാതന്ത്ര്യം കിട്ടി, പല രാജ്യങ്ങൾക്കും സ്വാതന്ത്ര്യം കിട്ടി. പക്ഷേ അവർ ഫലസ്തീനിന് മാത്രം സ്വാതന്ത്ര്യം കൊടുത്തില്ല. ബാക്കി അറബ് രാജ്യങ്ങൾക്കൊക്കെ സ്വാതന്ത്ര്യം കൊടുത്തു. ഓരോരോ കഷ്ണം ഓരോരുത്തർ കൊടുത്ത് അവിടെ അവരുടേതായ ആളുകളെയൊക്കെ കുടിയിരുത്തി. ഫലസ്തീനിലത് ചെയ്തില്ല. കാരണം ഈ നേരത്തെ പറഞ്ഞ പ്രമേയോടെ കടപ്പെട്ടു. അതിനോടവർക്ക് ബാധ്യതയുണ്ട്. ആ ബാധ്യത നിർവഹിക്കണമെങ്കിൽ ഇതിന് പിന്നെ ഒരു രാഷ്ട്രമായി പ്രഖ്യാപിച്ചാൽ സംഭവിക്കുന്നത് രാഷ്ട്രത്തിൽ പൗരന്മാരുണ്ടാകുമെന്നതാണ്. കാരണം അതിന് അതിർത്തികൾ വെച്ചാൽ ആ അതിർത്തികളിൽ വരുന്ന ആളുകളൊക്കെ അവിടുത്തെ പൗരന്മാരാവും. ഈ രാഷ്ട്രത്തിന് സ്വാതന്ത്ര്യം കൊണ്ട് ഞങ്ങളുടെ കീഴിൽ നിൽക്കട്ടെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായും അവിടുത്തെ ആളുകൾ സ്വതന്ത്രരാവില്ല, അടിമകളായി തന്നെ നിന്നു. അങ്ങനെയാണ് 1948 മുതൽ ശക്തമായ അതിനു മുമ്പേ തുടങ്ങി. 1917 ഫലസ്തീനിലെ ജൂതന്മാരുടെ എണ്ണം 7960 പേരല്ല, 7960 പേര്. അത് 1939 അത് ഈ പ്രമേയം പാസ്സാക്കപ്പെട്ടതിന് ശേഷം പിന്നെ നടന്നു. ഇത്രയും വർഷത്തിനിടയിൽ എന്ത് നടന്നു എന്ന് ഈ രേഖ നോക്കിയാൽ നമുക്കറിയാം. 2,18,000 ജൂതന്മാർ ഫലസ്തീനിൽ താമസക്കാരായിട്ടുണ്ട് 1939. അപ്പോഴേക്കും രണ്ടാം ലോക മഹായുദ്ധം തീരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇത്രയധികം ആളുകൾ അവിടെ എത്തിയത്? 17,000-ൽ നിന്ന് 2,18,000 എത്തണമെങ്കിൽ എന്തെല്ലാം കളി അവിടെ നടന്നിട്ടുണ്ട് എന്ന് നമുക്കതിൽ മനസ്സിലാവും. അത് കഴിഞ്ഞ് 1948 ആയപ്പോഴേക്കും 7 ലക്ഷം ഇസ്രായേൽ പിന്നെ ബനി ഇസ്രായേലുകൾ ജൂതന്മാരാണ് അവിടുത്തെ താമസക്കാരായത്. 48 ആയപ്പോഴേക്കും 48 ആയത് മാത്രമല്ല, അവിടുത്തെ ധാരാളം ആളുകളെ അവിടെ നിന്ന് ആട്ടിയൊടിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തി. ആളുകളിങ്ങനെ വന്നിറങ്ങുകയായിരുന്നു. അപ്പം അന്നത്തെ ചിത്രമൊക്കെ നമുക്ക് കാണാം. കപ്പലുകൾ ജൂതന്മാർ വിവിധ ഇവിടെ നിന്നും പോയല്ലോ, കൊച്ചിയിൽ നിന്നും പോയി, എറണാകുളത്ത് നിന്നും ഇവിടെയൊക്കെ ജൂട്ടൗൺ ഉണ്ടായിരുന്നല്ലോ, ഇവിടെ ആളുകളുണ്ടായിരുന്നു, കച്ചവടക്കാരുണ്ടായിരുന്നു. അവരൊക്കെ ആട്ടിത്തെളിച്ചുകൊണ്ട് പോയിട്ട് അവിടുത്തെ നിരന്തരമായ താമസക്കാരാക്കാനുള്ള എല്ലാവിധ സെറ്റിൽമെൻറ്റുകൾ പണിത് കൊടുത്തത് അവിടുത്തെ ഈ ഫലസ്തീനികളായ ആളുകളെ ആട്ടിയൊടിച്ചിട്ടാണ്. 15 ലക്ഷത്തോളം ആളുകളെയാണ് അവിടെ നിന്ന് വിവിധ രാജ്യങ്ങളിലേക്ക് ഓടിച്ചത്. അന്ന് തുടങ്ങിയതാണ് വിഷയം, അല്ലാതെ 2023 ഒക്ടോബർ 7 തുടങ്ങിയ വിഷയമല്ല. ഇത് തുടങ്ങിയിട്ട് ഒരു നൂറ്റാണ്ട് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ ഒരവസ്ഥയിൽ നിന്നുകൊണ്ട് അവിടെ ഇസ്രായേൽ രാഷ്ട്രം സ്ഥാപിച്ചത് കുറഞ്ഞ സ്ഥലത്താണെങ്കിലും പിന്നീട് ഇതര സ്ഥലങ്ങൾ ഓരോ സന്ദർഭങ്ങളിലായി വെട്ടിപ്പിടിക്കലായിരുന്നു. അങ്ങനെ കിഴക്കൻ ജെറൂസലം ജോർദാനിൽ നിന്ന് പിടിച്ചെടുത്ത്, ഈജിപ്തിൽ നിന്ന് ഗസയും സീനയും പിടിച്ചെടുത്തു, സിറിയയിൽ നിന്ന് ജൂലാൻ കുന്നുകൾ പിടിച്ചെടുത്തു. ഇങ്ങനെ പിടിച്ചെടുക്കൽ പരിപാടികളാണ് നിരന്തരം നടന്നുകൊണ്ടിരുന്നത്. അതിനിടയിൽ അവർ ധാരാളം യുദ്ധങ്ങൾ നടത്തി. 62, 73 ഇങ്ങനെ അറബികളുമായിട്ട് നടത്തിയ യുദ്ധങ്ങൾ, അറബികൾ അതിൽ തോറ്റിട്ടുണ്ട്. അപ്പോൾ ഈ തരത്തിലെ അതിക്രമങ്ങളും അധിനിവേശവുമാണ് യഥാർത്ഥത്തിൽ അവിടെ നടന്നുകൊണ്ടിരുന്നത്. മുസ്ലിങ്ങളെ മുഴുവനും അവിടെ നാട്ടിയോടിക്കുന്ന ഒരവസ്ഥയിലേക്ക് അവർ
ഒന്നുകിൽ ഇതര രാജ്യങ്ങളിലേക്ക് പോകേണ്ടി വന്നു, അല്ലെങ്കിൽ അവർ പിന്നെ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് അവർ പോയി ഒതുങ്ങുന്ന ഒരവസ്ഥയിലായി. അങ്ങനെ ഒതുങ്ങിയ ഒരവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഫലസ്തീനിലെ ഖുദ്സ് പ്രദേശത്തെ കുറേ മുസ്ലിങ്ങൾ, ഗസ പ്രദേശത്തെ കുറേ മുസ്ലിം. ഗസയ്ക്ക് അന്ന് നേരത്തെ മുതൽ തന്നെ അവർ ആർക്കും കീഴ്പ്പെട്ട ചരിത്രമല്ല കേട്ടോ. ഗസയെക്കുറിച്ച് വേറെ രീതിയിൽ തന്നെ ഗസ, ലബനാൻ, ഈ രണ്ട് രാഷ്ട്രങ്ങളെക്കുറിച്ച് ചരിത്രപരമായി നമ്മളിങ്ങോട്ട് പഠിച്ചു നോക്കിയാൽ ഇബ്രാഹിം നബിയുടെ കാലത്ത് പോലും അവരാർക്കും ഒതുങ്ങിയിട്ടില്ല. ഫറോവ, ഇത്രയും വലിയ ഫറോവ ഉണ്ടായിട്ട് ഫറോവക്ക് അവർ ഒതുങ്ങിയിട്ടില്ല. ഒതുങ്ങാത്തൊരു സമൂഹമാണത്. ഏറ്റവും വലിയ രാജാവ് എന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ച ദാവൂദ് നബി അലൈഹി ഇസ്ലാമിയുടെയും സുലൈമാൻ നബിയുടെ ഇസ്ലാമിക കാലത്ത് ഗസക്കാരും ലബനാൻകാരും അവർക്ക് ഒതുങ്ങിയിട്ടില്ല. ഇത് പഠിക്കേണ്ട ചരിത്ര. ഒതുങ്ങിക്കൊടുക്കാത്തൊരു സമൂഹമാണ്. അവരാണ് ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയെ വിറപ്പിച്ചത്. കഴിഞ്ഞ 2 കൊല്ലമായിട്ട് വിറപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പോഴും എന്താ സംഭവം? ഞങ്ങളിപ്പോൾ പിടിക്കും എന്ന് പറഞ്ഞിട്ട് പറയാൻ കാലത്തിനെ അവരെ കീഴ്പ്പെടുത്താൻ പറ്റൂല. ലോകത്ത് തുല്യതയില്ലാത്തൊരു സമൂഹമാണ്. ദാവൂദ് നബിക്ക് കീഴ്പ്പെടുത്താൻ പറ്റാത്തൊരു സമൂഹത്തെ എങ്ങനെയാണ് ഇപ്പോഴത്തെ ഇസ്രായേലിനെ കീഴ്പ്പെടുത്താൻ പറ്റുക? ഇത് വല്ലാത്തൊരു അത്ഭുതമാണ്. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന വല്ലാത്തൊരു അത്ഭുതമാണ്. അപ്പോൾ ആ സമൂഹത്തെക്കുറിച്ച് വളരെ കൃത്യതയോടുകൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ലോകം മുഴുവനും മറന്നുപോയ ഒരു സന്ദർഭത്തിലാണല്ലോ അവരുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് നടക്കുന്നത്. അപ്പോൾ അവിടെയും കുറേ സംഭവങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട. അന്ന് മുതൽ 1948 മുതൽ പിന്നെ യാസിർ അറഫാത്തിൻ്റെ കീഴിൽ ആണ് പിന്നീട് അവിടെ അവരുടെ ഐക്യനിര ഉണ്ടാകുന്നതും സ്വതന്ത്ര രാഷ്ട്രത്തിന് വേണ്ടി, അല്ലെങ്കിൽ ജൂതന്മാർ പിടിച്ചെടുത്ത സ്ഥലങ്ങളിൽ നിന്ന് അവരെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള പലസ്തീൻ പിന്നെ PLO എന്ന് പറയുന്ന മുമ്പൊക്കെ ഞാനൊക്കെ ചെറുപ്പത്തിൽ ആയിരുന്നപ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് PLO ആളുകളെക്കുറിച്ചാണ്. അന്ന് തീവ്രവാദി ഒന്നും പറയില്ല. മിക്കവാറും എല്ലാ ദിവസവും അവരുടെ വാർത്തകളുണ്ടാവും, യാസിർ അറഫാത്തിൻ്റെ വാർത്തകളുണ്ടാവും. അന്ന് മുതൽ തുടങ്ങിയ പരിപാടിയാണ്. എന്തോരം കരാറുകളാണ് UN-ൽ ഇവർക്ക് വേണ്ടി ഉണ്ടാകും. എത്ര 110 പ്രമേയങ്ങൾ 1950-60 മുമ്പ് വരെ പാസ്സാക്കപ്പെട്ടു. ഇതിലൊരെണ്ണം പോലും ഇസ്രായേൽ അംഗീകരിച്ചില്ല, നടപ്പാക്കിയില്ല. ഇപ്പം ഏകദേശം 164ാമത്തെ പ്രമേയമാണ് കഴിഞ്ഞ ദിവസം വന്നത്. അതുവരെയും ഒന്നുപോലും അവർ അംഗീകരിക്കുകയോ നടപ്പാക്കുകയോ ചെയ്തിട്ടില്ല. ഇങ്ങനെ കരാറുകൾ ലംഘിച്ചു കൊണ്ടേയിരിക്കുക എന്നൊരു രീതിയാണ് യഥാർത്ഥത്തിൽ ജൂതന്മാരുടെ കയ്യിൽ, ഇസ്രായേലിൻ്റെ കയ്യിൽ പണ്ടേ ഉള്ളതാണ്. ഖുർആൻ എന്ന് പറയുന്നുണ്ട്. ഒരു കരാറും അവർ പാലിച്ച് എത്ര കരാറുകൾ ചെയ്തതായിട്ട് വിശുദ്ധ ഖുർആൻ പിന്നെ സൂറത്തുൽ ബഖറയിൽ തന്നെ 100ഓളം ആയത്തുകളാണ്, 40 മുതൽ 140 വരെ. ഇവരുടെ വിഷയങ്ങൾ പറയുകയാണ്. അവർ ചെയ്ത കരാറുകളെക്കുറിച്ചാണ് ഖുർആൻ പറയുന്നത്. ആ കരാറുകൾ അള്ളാഹു നേർക്കുനേരെ ചെയ്ത കരാർ. തൂർ പർവ്വതം ഉയർത്തിയവരുടെ മുകളിൽ ഇതുപോലെ നിർത്തി നമ്മുടെ മുമ്പിൽ ഈ സാധനം നിൽക്കണമല്ലേ, എന്നിട്ട് ഞാൻ കരാർ അതുപോലും പാലിച്ചില്ല എന്ന് ജൂതന്മാരെക്കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട്. ഈ ടീമിന് നിങ്ങൾ മനസ്സിലാക്കണം എന്നതാണ് ഖുർആൻ അതിൻ്റെ ആളുകളോട് അന്ന് മുതൽ പറയണേ. അന്ന് മുതൽ. എന്നാലും അവർ കരാറിന് വന്നാൽ നിങ്ങൾ നിന്ന് കൊടുക്കണമെന്നും പറഞ്ഞു. പക്ഷേ ശ്രദ്ധിക്കണം. പ്രവാചകനോട് എത്ര കരാർ വരെ ചെയ്തു? കരാർ ലംഘിച്ചപ്പോൾ അതിനൊക്കെ പുറത്താക്കില്ലേ? ഈജിപ്തിൽ നിന്ന്, മദീനയിൽ നിന്ന് പുറത്താക്കപ്പെട്ട 3 ഗോത്രങ്ങളെക്കുറിച്ച് പ്രവാചകൻ്റെ ജീവിതകാലത്ത് ബനു ഖൈനുഖ, ബനു നളീർ, ബനു ഖുറൈള 3 നാട് കടത്തി. ഹൈബറിൽ പോയി താമസിച്ചിട്ട് അവിടെ നിന്ന് പിടിച്ച്. ഹൈബർ യുദ്ധം എന്തുകൊണ്ടാണ്? അവരുടെ കയ്യിരിപ്പ് അങ്ങനത്തതാ. സമൂഹത്തിന് പ്രശ്നമുണ്ടാക്കുന്ന വിഷയങ്ങളെ അവർ ചെയ്യുള്ളൂ. മാനവികതയ്ക്ക് വിരുദ്ധമായ കാര്യങ്ങളെ ചെയ്യുകയുള്ളൂ. ഇപ്പോഴും ചെയ്യാൻ സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലുകയെന്നല്ലേ? സൈനികരെയാണ് അവർ കൊല്ലണേ? അവർ അങ്ങനെയുണ്ടെങ്കിൽ ഹമാസിൻ്റെ സൈനികരുമായിട്ടല്ല ഏറ്റുമുട്ടേണ്ടത്. ഇന്ന് വരെ ഒരു സൈനികനോട് ഏറ്റുമുട്ടിയ ഈ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കൊല്ലുക എന്ന അരുംകൊല നടത്തുന്ന പരിപാടി ഇതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പണ്ടേ തുടങ്ങിയതാണ്. അതുകൊണ്ട് അത്തരം ആളുകളുമായിട്ട് കരാറിൽ ഏർപ്പെടുന്നത് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെയാണ് യാസിർ അറഫാത്തിൻ്റെ കാലം മുതൽ ഏതാണ്ട് 150ഓളം കരാറുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഇപ്പോഴും കരാറാണ്. ഇവർ കരാറ് പാലിക്കില്ല. അവർക്ക് മനസ്സിലാകുന്നത് കയ്യൂക്കിൻ്റെ വർത്താനം മാത്രമേ അവർക്ക് മനസ്സിലാവുകയുള്ളൂ എന്ന് പ്രവാചകൻ പഠിപ്പിച്ചതാണ്. മുസ്ലിം സമൂഹം ഈ 1948 മുതലാണ് വിഷയം ഏതായാലും നമ്മൾ അറിയുന്ന രീതിയിൽ വരുന്നത്.
ഈ 917 നടക്കുന്ന അവരുടെ പാർലമെൻറ്റിൻ്റെ അകത്ത് നടക്കുന്ന വിഷയമാണ്. അതിങ്ങോട്ട് വന്നിട്ടില്ല. മുസ്ലിം സമൂഹത്തിനത് അറിയാൻ തുടങ്ങിയത് അവർക്ക് കൂടി സ്വാതന്ത്ര്യം കിട്ടി, അവരുടെ കയ്യിൽ കൂടി ഓരോ രാഷ്ട്രങ്ങൾ പകുതി കിട്ടി. അതിനു മുമ്പ് അവർ നശിപ്പിച്ചിട്ടുണ്ട്. 1924 ആണ് പിന്നെ ഖിലാഫത്ത് തകർക്കുന്നത്. അത് ഇവരുടെ തന്നെ കുതന്ത്രത്താൽ തകർക്കപ്പെടുന്നതാണ്. അതിനുശേഷം 48 ഇസ്രായേൽ സമൂഹം ഇവിടെ വന്ന് താമസമാക്കുന്നത്, അല്ലെങ്കിൽ അവരെ കൊണ്ടുവന്ന് കുടിയിരുത്തുന്നത്. അതിൻ്റെ ഇടയിൽ ഇവരുണ്ടാക്കിയ കുതന്ത്രങ്ങൾ ഏതായിരുന്നാലും മുസ്ലിം സമൂഹത്തിന് കുറേ അപജയം ഉണ്ടായെങ്കിലും അവരുടെ കയ്യിൽ അധികാരം കിട്ടിയപ്പോഴെങ്കിലും അവർ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതായിരുന്നു. അന്നത് ശ്രദ്ധിച്ചില്ല. അന്ന് ഇതൊക്കെ പറഞ്ഞെങ്കിലും ഓരോരുത്തരും ഒറ്റക്കൊറ്റക്ക് നിന്ന് എല്ലാവരും കൂടി പരാജയപ്പെട്ടു. ഇതാണ് 1957 ഉണ്ടായ അറബ് ഇസ്രായേൽ യുദ്ധത്തിൽ എല്ലാവരും പരാജയപ്പെട്ടില്ലേ? സിറിയ പരാജയപ്പെട്ടു, ഈജിപ്റ്റ് പരാജയപ്പെട്ടു, ജോർദാൻ പരാജയപ്പെട്ടു. എല്ലാത്തിനും കൂടി അടിച്ചിടാനുള്ള വകുപ്പ് അവരുടെ കയ്യിൽ നിന്ന്. നിനക്ക് കാരണം അവരുടെ കയ്യിൽ അന്നുമുള്ള ആയുധങ്ങൾ ഈ ബ്രിട്ടനും അമേരിക്കയൊക്കെ കൊടുത്ത സാധനമാണ്. അവർ പറഞ്ഞാലേ അത് പൊങ്ങുള്ളൂ. അത് പൊങ്ങണതിന് മുമ്പ് തന്നെ ഇവരെല്ലാം അടിച്ചിട്ട് ഇന്നും അത് തന്നെയാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഒരാൾക്ക് പോലും അനങ്ങാൻ കഴിയാത്ത സ്വഭാവത്തിൽ ഒരു പ്രതിഷേധ പ്രകടനം പോലും വേണ്ട, ഒരു വാക്കെങ്കിലും. എന്തിനധികം കഴിഞ്ഞ 2023 ഒക്ടോബറിലാണല്ലോ ഈ സംഭവം നടന്നുകൊണ്ട് ശേഷം അവിടെ അതിക്രൂരമായ കൂട്ടക്കുരുതികൾ നടന്നുകൊണ്ടേയിരുന്നത്. ഏകദേശം 60,000-ഓളം ആളുകൾ, അതല്ല 40,000-ഓളം ആളുകൾ അന്നുവരെ അവിടെ മരിച്ചു വീണിരുന്നു. എന്നിട്ട് അതിൻ്റെ ഇടയിൽ നടന്ന ഹജ്ജ് വേളയിൽ അറഫ പ്രസംഗത്തിൽ ഒരു വാക്കെങ്കിലും പറയാമായിരുന്നല്ലോ. അതിനെ അപലപിച്ചുകൊണ്ട് മുസ്ലിം സമൂഹത്തിന് വേണ്ടി ഈ ഫലസ്തീന് വേണ്ടി ഒരു പ്രാർത്ഥനയെങ്കിലും നടത്താമായിരുന്നല്ലോ. ഉണ്ടായോ? അറേബ്യൻ രാജാക്കന്മാരിൽ നിന്നുണ്ടായോ? ആ സമൂഹത്തിൽ നിന്ന് ഇന്ന് വരെയെങ്കിലും ഒരു സംഭവം ഉണ്ടായോ? എന്തെങ്കിലും ഒരു സഹായം കാര്യമായിട്ട് എത്തിക്കാൻ അവർ സന്നദ്ധത കാണിച്ചിട്ടുണ്ടോ? മുർസി ഇടക്ക് ഭരണത്തിൽ വന്നപ്പോഴാണ് റഫ അതിർത്തി തുറന്നു കൊടുത്തത്. അന്നാണ് ഹമാസിന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ കഴിഞ്ഞത്. വീണ്ടും അട്ടിമറിയിലൂടെ അത് ഭരണം പോവുകയും ആ റഫ അതിർത്തി വീണ്ടും അടയുകയും ചെയ്തു. ആര് പറഞ്ഞിട്ടാ റഫ അതിർത്തി അടച്ചേ? എന്തുകൊണ്ടാണ് അടക്കുന്നത്? അത് ഈജിപ്തിൻ്റെ മുസ്ലിം രാഷ്ട്രത്തിൻ്റെ കയ്യിലിരിക്കുന്ന അതിർത്തിയല്ലേ? അപ്പോൾ അവർ ആര് പറയുന്നതാണ് കേൾക്കുന്നത്? ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എല്ലാവരും ഈ പറഞ്ഞ പോലെ എല്ലാവരും ഇസ്രായേലിന് പൂർണ്ണമായി കീഴൊതുങ്ങിയിരിക്കുന്നു. കാരണം ഇസ്രായേൽ ആണ് അമേരിക്കയെ നിയന്ത്രിക്കുന്നത്. ജൂതന്മാരാണ് അമേരിക്കയെ നിയന്ത്രിക്കുന്നത്. അമേരിക്ക പറയുന്നിടത്തേ അറബികൾ നിൽക്കുകയുള്ളൂ എന്നതാണ് വിഷയം. അവർക്ക് അവരുടേതായ കഴിവോ ശക്തിയോ, ഈ അമേരിക്കയെ പോലും നിലനിൽക്കുന്നത് അറബികളുടെ സമ്പത്ത് കൊണ്ടാണ്. അറബികളായ മുഴുവൻ രാഷ്ട്രങ്ങളുമാണ് അവർക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്യുന്നത്. അവരുടെ സൈന്യങ്ങളെ മുഴുവൻ തീറ്റിപ്പോറ്റണതാരാ? ധാരാളം ഈ വശം വിശാലമായി പഠിക്കേണ്ട ഒരു സംഗതിയാണ്. അപ്പോഴേ എന്താണ് യഥാർത്ഥത്തിൽ ഈ ഫലസ്തീൻ പ്രശ്നം എന്നതും അത് പരിഹരിക്കപ്പെടാതെ പോകുന്നത് എന്താണെന്നും എങ്ങനെയാണ് പരിഹരിക്കാൻ കഴിയുക എന്ന് മനസ്സിലാകണമെങ്കിൽ വിശാലമായ അർത്ഥത്തിൽ ഈ സംഭവങ്ങൾ നമ്മൾ കൃത്യമായി വിലയിരുത്തണം. മുസ്ലിം സമൂഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുകയുള്ളൂ, എന്നാൽ അവരൊന്നും ചെയ്യുകയില്ല എന്നത് വ്യക്തമായിരിക്കുന്നു. അതിന് കാരണമുണ്ട്. അതിൻ്റെ കാരണം വിശുദ്ധ ഖുർആൻ പറയുന്നിടത്തേക്ക് മുസ്ലിം സമൂഹം വരില്ല. അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നതല്ല ഇസ്ലാമിക സമൂഹം ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ആരാധനകൾ നിർവഹിച്ചാൽ എല്ലാമായി എന്നാണ് പൊതുവേ നമ്മൾ പോലും മനസ്സിലാക്കി വെച്ചത്. നിസ്കാരം നോമ്പുണ്ടോ, ഒരു ഹജ്ജും പറയണ്ടോ, എന്നാൽ എല്ലാം ഓക്കെയായി. ഇസ്ലാമിക സമൂഹത്തിൽ നിന്ന് 3 സംഗതികൾ പ്രവാചകൻ ഖിലാഫത്തിന് ശേഷം കളഞ്ഞു പോയിട്ടുണ്ട്. അതിലൊന്ന് സക്കാത്താണ്, രണ്ടാമത്തത് ജിഹാദാണ്, മൂന്നാമത്തത് അതിൻ്റെ രാഷ്ട്രീയ സന്തുലിതത്വമാണ്. ഇത് 3ഉം ഖിലാഫത്തിന് ശേഷം മുസ്ലിം സമൂഹം ശ്രദ്ധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അവരുടെ കയ്യിലിരുന്ന രാഷ്ട്രങ്ങൾ പോലും യൂറോപ്യന്മാർ പിടിച്ചടക്കുന്ന അവസ്ഥയും ഖിലാഫത്ത് നശിക്കാനും കാരണമായതും. പിന്നീട് ഇസ്ലാമിക സമൂഹത്തിലേക്കത് കിട്ടിയെങ്കിലും ഒറിജിനൽ മുസ്ലിങ്ങളുടെ കയ്യിലല്ല അവരത് കൊടുത്തത്. എല്ലായിടത്തും വച്ചിരിക്കുന്ന ഭരണാധികാരികൾ അവരുടെ ചട്ടുകങ്ങളാണ്. ഈ യൂറോപ്പിൻ്റെയും അതുപോലെ അമേരിക്കയുടെയും അതുപോലെ ഭൗതിക സമൂഹത്തിൻ്റെയും ചട്ടുകങ്ങളായിട്ടാണ് മുസ്ലിം ഭരണാധികാരികൾ എല്ലാ രാഷ്ട്രങ്ങളും നയിക്കും.
ഏതെങ്കിലും ഒരു രാഷ്ട്രമുണ്ട് അതല്ലാത്തത്. അതുകൊണ്ടാണ് അവിടുത്തെ ആളുകൾക്ക്, രാഷ്ട്രനായകന്മാർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അവർ തന്നെയാണ് അവിടുത്തെ അണികളെ അടക്കി നിർത്തിയിരിക്കുന്നത്. എന്തെങ്കിലും ഒരു പരിപാടി, ഒരു സമരം നടന്നാൽ എന്തായിരിക്കും? ഒരു ഖുത്ബ നടന്നാൽ മതിയല്ലോ. പള്ളി മെമ്പറിൽ എന്തെങ്കിലും ഒരു സംഗതി ഏതെങ്കിലും ഒരു ഇമാമ് പറഞ്ഞാൽ അയാൾ പിന്നെ ആകാശം കാണൂല. അതാണ് അവിടുത്തെ അവസ്ഥ. നമ്മുടെ നാട്ടിലെ പോലെയൊന്നുമല്ല. ഇവിടെ അതിനേക്കാളൊക്കെ എത്ര സുന്ദരാണ് ഇന്ത്യ. മുസ്ലിം സമൂഹത്തെ വല്ലാതെ പീഡിപ്പിക്കുന്ന ഒരു ഇന്ത്യയിൽ പോലും മോദിക്കെതിരെ, RSSനെതിരെ, ഹിന്ദുത്വത്തിനെതിരെ എന്ത് സംഗതിയും പുറത്തുനിന്നും അകത്തുനിന്നും പറഞ്ഞൂടെ? ഇത് അറേബ്യൻ സമൂഹത്തിൽ ഏതെങ്കിലും രാജ്യത്ത് പറ്റുമോ? എന്തുകൊണ്ടാണ് പറ്റണില്ല? വിശുദ്ധ ഖുർആൻ എല്ലാത്തിനും സ്വാതന്ത്ര്യം തന്നില്ലേ? മുസ്ലിം സമൂഹത്തോടും നീതിയോടൊപ്പം നിൽക്കാൻ പറഞ്ഞില്ല. നീതിക്കെതിരെ തലപോകുന്ന വിഷയമാണെങ്കിലും സത്യമേ പറയാവൂ, നീതിക്ക് വേണ്ടി ശബ്ദിക്കണം എന്നല്ലേ ഖുർആൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭരണാധികാരികളോടും അല്ല, ഭരണീയരോടും ഖുർആൻ പറയുന്നതല്ലേ, യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ബിൽ ഖിസ്തി ശുഹദാഅ ലില്ലാഹ്. ഈ ആയത്തിനൊക്കെ വല്ല വിലയും ഇസ്ലാമിക സമൂഹങ്ങൾക്കിടയിലും ഇസ്ലാമിക രാഷ്ട്രങ്ങൾക്കിടയിലുണ്ടോ? ഇല്ലാത്തത് കൊണ്ടാണ് ഈ ദുരന്തം അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഖുർആനിലേക്ക് തിരിച്ചു വരിക എന്നത് മാത്രമാണ് അതിന് പരിഹാരം. യഥാർത്ഥത്തിൽ ആരാണ് ഖുർആനിലേക്ക് തിരിച്ചു വരുന്നത് നോക്കിയാൽ യൂറോപ്പിലേക്ക് നോക്ക്, അമേരിക്കയിലേക്ക് നോക്ക്. ഇപ്പം എന്താ ബ്രിട്ടനിൽ നടന്നുകൊണ്ടിരിക്കണേ? ഇപ്പോൾ ട്രംപ് ഇവിടെ വന്നിട്ട് തിരിച്ചു പോയിട്ട് പറഞ്ഞത് എന്താ? ബ്രിട്ടൻ ഇപ്പോൾ ഇസ്ലാമിക രാജ്യമാകൂട്ടാണ്. കഴിഞ്ഞ മിനിഞ്ഞാന്ന് പറഞ്ഞ നടത്താനല്ലേ? എന്താ കാരണം പറഞ്ഞേ? അവിടുത്തെ മന്ത്രി അതിനെക്കുറിച്ച്, അവിടുത്തെ മത്സരിക്കുന്ന ആൾ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, ധാരാളം ആളുകൾ ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടുത്തെ പോലെ ഇസ്ലാമിലേക്ക് വരണ പരിപാടിയല്ലത്. അത് അഭ്യസ്തവിദ്യരായ ആളുകൾ ഇസ്ലാമിനെ തിരിച്ചറിഞ്ഞ് ഇസ്ലാം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നെന്ന് മാത്രമല്ല, ഇസ്ലാമിൻ്റെ ആശയങ്ങളാണ് അവർ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഫലസ്തീൻ വിഷയത്തിൽ തെരുവുകളൊക്കെ പ്രക്ഷുബ്ധമാകുന്നത് യൂറോപ്പിലും അമേരിക്കയിലും ജപ്പാനിലും ഒക്കെയാണ്. നമ്മുടെ നാട്ടിലൊന്നുമല്ല, അറേബ്യൻ രാഷ്ട്രങ്ങളിലുമില്ല. അപ്പോൾ ഇത് ഒരു തിരിച്ചുവരവിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അത് യൂറോപ്യന്മാർ തന്നെയായിരിക്കും ഈ ഒരു രാഷ്ട്രത്തിന് വേണ്ടി ആരാണോ അതിനെ ജൂതന്മാരുടെ കയ്യിൽ വെച്ച് കൊടുത്തത്, അവർ തന്നെ, അവരുടെ പിന്മുറക്കാർ തന്നെ അതിനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് കഴിഞ്ഞ ദിവസം ബ്രിട്ടനും ഫലസ്തീനിനെ ഒരു രാഷ്ട്രമായി അംഗീകരിച്ചു. അതിന് ഫ്രാൻസ് അംഗീകരിച്ചു, സ്പെയിൻ അംഗീകരിച്ചു. ഇങ്ങനെ ഓരോരുത്തർ അംഗീകരിക്കാൻ റെഡിയായി. അവിടുത്തെ ജനങ്ങൾ വിടില്ല, അതാ വിഷയം. ജനങ്ങൾ ഇസ്ലാമിനെ ഖുർആനിൽ നിന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഖുർആനിൽ നിന്നല്ല ഇസ്ലാമിനെ മനസ്സിലാക്കുന്നു. അതിൻ്റെ പ്രശ്നമാണ്. നമ്മൾ ഇസ്ലാമിക വിരുദ്ധർ കൊണ്ടു നടന്നൊരു ഇസ്ലാം, അതിനെയാണ് മുസ്ലിങ്ങൾ പൊക്കി താങ്ങി നടക്കുന്നത്. യഥാർത്ഥ ഖുർആനൊക്കെ ഒഴിവാക്കി ഈ ഖുർആനാണെന്ന് അമേരിക്കയും യൂറോപ്പും ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത്. അവർ നേരെ വായിക്കുകയാണ്. അതുകൊണ്ട് അവർക്ക് നീതിയെക്കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാവും. അവർ നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തിക്കൊണ്ടിരിക്കും. ഇപ്പോഴാണ് നമ്മൾ കാണുന്നുണ്ട്. ഫ്രാൻസിലൊക്കെ, ഇറ്റലിയിൽ ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ, അവർ പറഞ്ഞതെന്താ? ഫലസ്തീനികളെ സഹായിക്കാൻ നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ ഞങ്ങൾ കുഴപ്പമുണ്ടാക്കുന്നതാണ്. ലാസ്റ്റ് ഇപ്പോൾ ഫ്രീഡം ഫ്ലോട്ട് എന്ന് പറയുന്ന ബോട്ട് വ്യൂഹത്തിന് വേണ്ടിയിട്ട് ഇവർ സഹായം അയച്ചു കൊടുക്കേണ്ടി വന്നില്ലേ ഇറ്റലി? അതിൻ്റെ സഹായത്തിൽ ഇപ്പോൾ അത് വന്നുകൊണ്ടിരിക്കുക. കാരണം അവിടുത്തെ ജനങ്ങൾ വിടൂല. ഈ തരത്തിലായിട്ട് വർത്തമാനകാലത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മനുഷ്യാവകാശങ്ങൾ എവിടെയാണോ ഹനിക്കപ്പെടുന്നത്, നീതി എവിടെയാണോ നിഷേധിക്കപ്പെടുന്നത്, അതിനുവേണ്ടി എക്കാലത്തും വാദിച്ചത് ഇസ്ലാം തന്നെയാണ്. ഖുർആനും തൗറാത്തും ഇഞ്ചിയിലും പ്രവാചകന്മാർ അതിനുവേണ്ടി വാദിച്ചവരാണ്. അതിന് സന്നദ്ധരാണെങ്കിൽ അവിടെ നീതി കിട്ടും. എന്തുകൊണ്ടാണ് ഈ ആട്ടിയൊടിക്കപ്പെട്ട ബനി ഇസ്രായേലിന് തന്നെ ഈ പറഞ്ഞ സ്ഥലത്ത് സ്ഥാനം കിട്ടാൻ കാരണം? അവർ നീതിക്ക് വേണ്ടി അന്ന് നിലകൊണ്ടതുകൊണ്ട് ദാവൂദ് നബിയോടൊപ്പവും സുലൈമാൻ നബിയോടൊപ്പം നീതിക്ക് വേണ്ടി നിലകൊണ്ടപ്പോൾ അവർക്കത് കൊടുത്തു. അനീതിയാണെങ്കിൽ ജനസമൂഹം അവരെ അംഗീകരിക്കൂല. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അറബികളുടെ സാധാരണ ജനങ്ങളൊന്നും വിട്ടാൽ എന്തായിരിക്കും അവസ്ഥ? കുറച്ച് നേരത്തേക്ക് വിട്ടപ്പോഴവിടെ മുല്ലപ്പൂ വിപ്ലവം അതുമൊക്കെ ഉണ്ടായിരുന്നു. ഇതേപോലെ അവർ അസ്വസ്ഥരാണ്. ഭരണാധികാരികളാണ് ഈ ടീമിനെ പോലും പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത്. അവർ മറ്റൊരു പറഞ്ഞാൽ കേൾക്കുള്ളൂ. അതുകൊണ്ട് യഥാർത്ഥ ഖുർആനിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാൽ മാത്രമേ നിലവിൽ ഏത് പ്രശ്നവും പരിഹരിക്കാൻ കഴിയൂ. ലോകത്തുനിന്ന് ഏറ്റവും രൂക്ഷമായ ഫലസ്തീൻ പ്രശ്നത്തിൻ്റെയും പരിഹാരം ആളുകൾ ഖുർആനിൻ്റെ ആശയങ്ങളിലേക്ക് വരിക, മാനവികതയെ
മുറുകെ പിടിക്കുക, മാനവിക മൂല്യങ്ങളെ മുറുകെ പിടിക്കുക, നീതിക്ക് വേണ്ടി നിലകൊള്ളുക. ഇതായിരിക്കും അതിൻ്റെ പരിഹാരം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സൽക്കർമ്മങ്ങളെ അള്ളാഹു സാലിഹായ അമലുകളായി സ്വീകരിക്കുമാറാകട്ടെ. വാഹിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സംഭവം കുറയും, ഇനി നമുക്ക് പറയാനുണ്ട്. സമയം പരിമിതി കാരണത്താലാണ് നിർത്തിയത്.